ഹായ് ഫ്രണ്ട്സ്, ഇത് എൻ്റെ വീട്ടിലെ കണിക്കൊന്ന മരം. ഇവൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വർഷം മുഴുവനും പൂക്കളുണ്ടാകും. എവിടെയെങ്കിലും 2-3 കുല കണ്ണെത്തും ദൂരം മാത്രം, കയ്യെത്തും ദൂരത്തല്ല. ഡിസംബർ, ജനുവരി, ഫെബ്രുവരി മാസങ്ങളിൽ കൂടുതൽ പൂക്കൾ കാണും. അതായത് മരം നിറയെ പൂത്തുലഞ്ഞു നിൽക്കുന്ന കണിക്കൊന്ന മരം. ഏകദേശം മാർച്ച് 30-31 ആകുമ്പോഴേക്കും മുഴുവൻ പൂക്കളും വീണിരിക്കും. അവിടെവിടെയായി 1-2 കുലകൾ മാത്രം. കണിക്കൊന്ന എന്ന പേരുണ്ടെങ്കിലും കണി വയ്ക്കാൻ കിട്ടില്ല. കണി കാണാൻ എന്ന പോലെ 2-3 കുല അവിടെവിടെയായി ഉണ്ടായിരിക്കും. അതും മരത്തിൻ്റെ ചുവട്ടിൽ പോയി നിന്ന് മേലോട്ട് നോക്കിയാൽ കാണാം. ജനുവരി, ഫെബ്രുവരി മാസങ്ങളിൽ മരം നിറയെ പൂക്കൾ ഉണ്ടായിരിക്കും. ആർക്കും ഒരു ഉപദ്രവവും ചെയ്യാതെ ഒരു പാവത്താനാണെങ്കിലും ജീവിതകാലം മുഴുവൻ കൊന്ന മരം എന്ന ദുഷ്പേര് കേൾക്കേണ്ടി വന്ന ഹതഭാഗ്യം. ചില മനുഷ്യരും അങ്ങനെയാണ്. എന്ത് നല്ല കാര്യം ചെയ്താലും അതിനൊക്കെ ഒരു കുറ്റം, ഒരു കുറവ്, ദോഷം, എപ്പോഴും വഴക്ക് മാത്രം കേൾക്കാൻ വിധിക്കപ്പെട്ടവർ. അങ്ങനെയുള്ളവരോട് ഒരു കാര്യം: ഒരുപാട് കാലങ്ങൾക്കിപ്പുറം സ്വയം ജീവിക്കാൻ മറന്നുപോയോ എന്നൊരു തോന്നൽ ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടാവരുത്. ആർക്കൊക്കെയോ വേണ്ടി നാം ജീവിക്കുമ്പോൾ ഒരിക്കലും നമുക്കും നമ്മുടെ ഇഷ്ടങ്ങൾക്കും കൂടെ പ്രാധാന്യം കൊടുക്കണം. സ്വയം കണ്ണാടി നോക്കി പറയാൻ സാധിക്കണം, ഞാൻ എനിക്ക് വേണ്ടിയും കൂടെ ജീവിച്ചിരുന്നു എന്ന്. ഇനി നമുക്ക് കൊന്നമരത്തിൻ്റെ ഒരു ചെറിയ കഥ കേൾക്കാം. കൊന്നമരത്തിന് ആ പേര് വന്ന കഥ അറിയാമോ? ഹിന്ദുക്കളുടെ പുരാണ ഗ്രന്ഥമായ രാമായണത്തിൽ ബാലിയെ വധിക്കാൻ ശ്രീരാമചന്ദ്രൻ കൊന്നമരത്തിൻ്റെ പിറകിൽ മറഞ്ഞു നിന്നാണ് അമ്പെയ്തത് എന്ന് പറയപ്പെടുന്നു. അന്നു മുതലാണ് അവനെ കൊന്നമരം എന്ന് ആളുകൾ വിളിച്ചത്. ആരോ ചെയ്ത കുറ്റത്തിന് തനിക്കും തൻ്റെ തലമുറയ്ക്കും ഈ ദുഷ്പേര് ചുമക്കേണ്ടി വന്നു. അവസാനം വിഷമത്തോടെ കൊന്നമരം ഭഗവാനോട് ചോദിച്ചു, അല്ലയോ ഭഗവാനെ, ഒരു തെറ്റും ചെയ്യാതെ എന്നെ എന്തിനാ ജനങ്ങൾ കൊന്നമരം എന്ന് വിളിക്കുന്നത്? ചക്ക, മാങ്ങ, തേങ്ങ, അങ്ങനെ എത്രയെത്ര മരങ്ങൾ. പിന്നെ എന്തിന് ഞാൻ മാത്രം ഇതെല്ലാം സഹിക്കുന്നു? എത്ര കാലം ഞാനിത് സഹിച്ചു? എല്ലാവരുടെയും പോലെ എന്നെയും എല്ലാവരും ബഹുമാനിക്കണം. എൻ്റേതല്ലാത്ത കുറ്റത്തിന് എന്നെ പഴിചാരുന്നത് ഇല്ലാതാക്കണം ഭഗവാനെ. ഭഗവാന് വിഷമം തോന്നി. തൻ്റേതല്ലാത്ത കുറ്റത്തിന് അവൻ പോഷിക്കപ്പെടുന്നത്. അവൻ്റെ വിഷമം മാറാൻ എന്തെങ്കിലും ചെയ്യണം. അങ്ങനെ ഇരിക്കെ ഭഗവാൻ പറഞ്ഞു, അല്ലയോ മരമേ, ഇനി മുതൽ ജനങ്ങൾ അവരുടെ വിശേഷപ്പെട്ട ഒരു ദിവസം നിന്നെ പൂജിക്കും. വർഷാരംഭം, കൊയ്ത്തുത്സവം, പകലും രാത്രിയും തുല്യസമയം വരുന്ന ദിവസം, അതായത് മേടമാസത്തിലെ വിഷുദിനം. ആ ദിനത്തിൽ ജനങ്ങൾ കണിവയ്ക്കുന്ന സാധനങ്ങളുടെ കൂട്ടത്തിൽ നിനക്ക് ഒരു പ്രധാന സ്ഥാനമുണ്ടായിരിക്കും. നിന്റെ കൊലയ്ക്കായി അവർ എല്ലാവരും നിന്നെ തേടി വരും. അതുകൊണ്ട് നീ വിഷമിക്കേണ്ട, എല്ലാവർക്കും ഒരു നല്ല കാലം വരും എന്ന് കാത്തിരിക്കാം. ഈ കാത്തിരിപ്പോടെ